ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളൊരു സൺറൈസ് വൈറ്റ് കണ്ട് പ്ലാന്റ് കണ്ടില്ലേ? നിറയെ പൂക്കളെന്ന് പറഞ്ഞാൽ ഇല കാണാനില്ല, അത്രയ്ക്ക് പൂക്കളാണേ. എന്ത് ഭംഗിയിലാണ് നോക്കി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. വൈറ്റ് പൂക്കൾ എപ്പോഴും നല്ല ഭംഗിയാണ്. മറ്റ് ചെടികളുടെ ഒക്കെ ഒപ്പം നമ്മൾ വയ്ക്കുമ്പോൾ നിറച്ച് പൂക്കളാണ്. ഇതിലൊരു വലിയ സൈസ് പോട്ടിലാണ് ഇരിക്കുന്നത്. ഇതാണ് സൺറൈസ് വൈറ്റ്. നമുക്ക് റെഡ് ബൊഗെയിൻവില്ലയുടെയൊക്കെ ഇടയ്ക്ക് നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഇടുപ്പായിരിക്കുമേ. എന്താ അതിൻ്റെ പോട്ട് കണ്ടല്ലോ. സൺറൈസ് വൈറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ആദ്യത്തെ വർഷം കുറച്ച് പൂക്കളായിരിക്കും, രണ്ടാമത്തെ വർഷം അതിലും കൂടുതൽ പൂക്കളാകും. വർഷങ്ങൾ കഴിയും തോറും ഇതിന് പൂക്കളുടെ എണ്ണം കൂടുവേ. അപ്പോൾ ഇതൊരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ ചെടിയുടെ വലിപ്പം കൂടും, അതിനനുസരിച്ച് പൂക്കളുടെ എണ്ണവും കൂടും. നിറച്ച് പൂക്കളുണ്ടായിരിക്കും. നല്ല ഭംഗിയിൽ നമുക്ക് നിലത്തും വളർത്താം, അതുപോലെ ചട്ടിയിലും വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. നല്ല സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മളിതിനെ വെച്ച് വളർത്താം. നമുക്കറിയാം ബൊഗെയിൻവില്ല പ്ലാന്റ്സിന് നല്ല ചൂട് വേണമെങ്കിൽ ഇതുപോലെ പൂക്കളാവത്തുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിറയെ ഇതുപോലെ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കുക. കൂടുതൽ ഇലകളുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ ഇലകളൊക്കെ ഒന്ന് നുള്ളി കളയാമേ. ഓരോ ഇലകളൊക്കെ നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ നിറയെ പൂക്കും. പിന്നെ ഓരോ 10 ദിവസം കൂടി നമ്മൾ വളങ്ങൾ മാറി കൊടുക്കുക. ചെടി ചെറുതായിട്ടൊന്ന് വാടിയാലും കുഴപ്പമില്ല. പൂക്കളുള്ള ചെടി ഒത്തിരി വാടാൻ നിൽക്കണ്ട, അതിന് മുമ്പ് നമുക്ക് കൊടുക്കാം. എന്നാലും ഇതുപോലെ നമുക്ക് ചെടി ബുഷാക്കി വളർത്താൻ പറ്റും. നോക്കി കണ്ടോ. പിന്നെ ബ്രാഞ്ചസൊക്കെ വന്ന് നമ്മളൊന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് അതിനൊന്ന് ബുഷാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ പൂക്കളാവും. പിന്നെ NPK നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ പൂക്കാൻ വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണേ. പിന്നെ പോട്ടി മിക്സ്, വെള്ളം കെട്ടിക്കിടക്കുന്ന പോട്ടി മിക്സ് ആകാൻ പാടില്ല. പോട്ടി മിക്സ് നല്ല ഉറച്ച, നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കും. ഇവിടെ ചുവട്ടിലെ വണ്ണം കണ്ടോ, വർഷങ്ങളായ ഒരു പ്ലാന്റാണേ. അപ്പം നമുക്ക് ഇതുപോലെ വലിയ പ്ലാന്റുകളെ നമുക്ക് ഇതുപോലെ വലിയ പോട്ടിലോ നിലത്തോ വെച്ചൊക്കെ വളർത്തിയെടുക്കാം. അതുപോലെ പ്രൂൺ ചെയ്ത് ബുഷാക്കി ഇതുപോലെ വളർത്താൻ പറ്റും. പിന്നെ നമുക്ക് ഡാപ്പ് ഇട്ട് കൊടുക്കാമേ. ഡാപ്പ് നമുക്ക് ലിക്വിഡായിട്ടും കൊടുക്കാം, അല്ലാതെ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ മതി. ഇതുപോലെ പൂക്കളാവും. കൊലയായിട്ടാണ് ഇതിന് പൂക്കളുണ്ടാകുന്നത്, കണ്ടില്ലേ? കൊലയായിട്ട് പൂക്കളുണ്ടാകുന്നതാണ് സൺറൈസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 1-2 പൂക്കളല്ല, ഇതിങ്ങനെ നിറഞ്ഞ് പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴാണല്ലോ നമ്മുടെ ചെടി കാണാനൊരു ഭംഗി. ഇപ്പം നല്ല ശക്തമായ മഴയാണ്. ഈ മഴയത്ത് നമ്മുടെ പൂക്കൾ, ബൊഗെയിൻവില്ല പൂക്കൾ കൂടുതൽ നാളുകൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന 2 ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ UV ഷീറ്റിൻ്റെ അടിയിൽ നമുക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മുടെ പൂക്കൾ കുറേ നാൾ നിൽക്കും. UV ഷീറ്റിൻ്റെ അടിയിലാവുമ്പോൾ ആവശ്യമായ സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. അതുപോലെ മഴ കൊള്ളത്തുമില്ല. മഴ ഡയറക്റ്റ് മഴ നമ്മുടെ പൂക്കളിലൊക്കെ തട്ടിയാണ്ടല്ലോ പെട്ടെന്ന് ഈ പൂക്കളിനകത്തോട്ട് വെള്ളം ഇങ്ങനെ വന്ന് നിന്നിട്ട് അത് പൂവാണെങ്കിൽ കൊലയോടെ അങ്ങ് അതിന് ഭാരം താങ്ങാൻ വയ്യാതെ അതിങ്ങനെ തൂങ്ങി കിടന്നിട്ട് അത് പിന്നെ അങ്ങ് പൊഴിഞ്ഞു പോവും. വെള്ളം കെട്ടിക്കിടക്കും ആ പൂക്കളിലെ. ഇപ്പം നമ്മൾ കണ്ട സൺറൈസ് പ്ലാന്റ് ഉണ്ടല്ലോ, അതും അതുപോലെ UV ഷീറ്റിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. നമ്മൾക്കറിയാം നഴ്സറികളിലൊക്കെ പ്ലാന്റ് കുറേ നാൾ പൂക്കളുമായിട്ട് ഇരിക്കുന്നത് എല്ലാം UV ഷീറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിരിക്കുന്ന ചെടി ആയിക്കോട്ടെ അകത്തിരിക്കുന്ന ചെടി ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ പൂക്കളിലോട്ടുണ്ടല്ലോ വെള്ളം നമ്മൾ കൊടുക്കുമ്പം പൂക്കളിലോട്ട് വെള്ളം കൊടുക്കാതെ അതിൻ്റെ ചുവട്ടിൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പൂക്കളുള്ള ചെടിയിൽ പൂക്കളിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ പൂക്കൾ വേഗത്തിൽ പൊഴിഞ്ഞു പോകും. വളങ്ങൾ കൊടുക്കുമ്പോഴും നമ്മൾ NPK ഒക്കെ നമ്മൾ പറയും ഇലകളിൽ സ്പ്രേ ചെയ്യണം. അപ്പോൾ പൂക്കളുള്ള ചെടികളിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഇലകളിൽ പൂക്കളിലോട്ട് നമ്മൾ സ്പ്രേ ചെയ്യരുത്. നമുക്ക് ഇലകളിൽ വേണേൽ കൊടുക്കാം,
പക്ഷെങ്കിൽ ചുവട്ടി കൊടുത്താൽ മതിയാവും. പൂക്കളുള്ള ചെടിക്ക് കൊടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ഈ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അടുത്ത വളം കൊടുക്കുന്നത് സാധാരണയായിട്ട്. അപ്പം നിങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറോ ഏതൊരു ഫെർട്ടിലൈസറും പൂക്കളുള്ള ചെടിയിൽ നമ്മൾ ആ പൂക്കളിലോട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക. അപ്പം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വെള്ളം കുറച്ച് മാത്രം കൊടുക്കുക. ചെടി ഒന്ന് ടയർഡായി കഴിയുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പൂക്കൾ കുറേ ദിവസം നിൽക്കും. അതുപോലെ വളങ്ങളും കൂടുതലായി പോകരുത് കൊടുക്കുന്നതേ. അപ്പം നമ്മുടെ പൂക്കൾ നിൽക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.